ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ആർട്ടിക്കിളുകളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു GM ക്രോപ്സ്. GM ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. എന്താണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ്? അതായത് ഒരു ജനറ്റിക്സിൽ നിന്ന് എന്തെങ്കിലും ജനറ്റിക്കലി ചേഞ്ച് ചെയ്യുന്ന ക്രോപ്പുകളെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. Then, why these crops are genetically modified? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രോപ്സിനെ അല്ലെങ്കിൽ ചില പദാർത്ഥങ്ങളെ, ചില സബ്സ്റ്റൻസുകളെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ചില പോരായ്മകൾ പരിഹരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത്. ചിലപ്പോ ഒരു ഡ്രോട്ട് റെസീലിയന്റ് ക്രോപ്പ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ എന്റെ നാട്ടില് വളരെ വ്യാപകമായിട്ടുള്ള ഒരു നെൽകൃഷിയാണ് പൊക്കാളി നെൽകൃഷി എന്ന് പറയുന്നത്. സോ പൊക്കാളി നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തില് നമ്മൾ എന്ത് ചെയ്യും? പൊക്കാളി കൃഷി നടത്തും. ഓക്കെ, സോ ഈ പൊക്കാളി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോൾട്ട് റെസിസ്റ്റന്റ് പ്ലാന്റ് ആണ്. അതിനുള്ള ജനറ്റിക്കലി ഉള്ള കഴിവ് എന്താണ്? സോൾട്ട് റെസിസ്റ്റന്റ് ആയിട്ട് ഉപ്പ് വെള്ളത്തിലും വയലുകളിൽ ഈ നെല്ല് വളരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ദെൻ ഇപ്പോ കുറച്ചും കൂടി വെള്ളമില്ലാത്ത അല്ലെങ്കിൽ വെള്ള ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, ഡ്രോട്ട് ഏരിയാസിലാണെങ്കിൽ അവിടുത്തെ ക്രോപ്പുകളുടെ പ്രത്യേകത എന്തായിരിക്കും? ഡ്രോട്ട് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ, ഡ്രോട്ട് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആയിരിക്കും. സോ ഞാൻ ഈ രണ്ട് ഇനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലുള്ള പൊക്കാളി നെൽകൃഷിയുടെ അതിന്റെ ജെനറ്റിക്സും ദെൻ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില ചെടികളുടെ ജെനറ്റിക്സും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാൻ പുതിയൊരു ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ അങ്ങനെ ജെനറ്റിക്സിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രോപ്പുകളെയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയില് ഈ ജെനറ്റിക്സിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മളുടെ വെള്ളം എത്തുന്നില്ല. നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയിലെ എല്ലാ പാടശേഖരങ്ങളിലേക്കും കനാലുകൾ വെച്ചുകൊണ്ട് വെള്ളം എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. സോ ഡ്രോട്ട് റെസീലിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മകളെ പരിഹരിക്കുന്ന രീതിയിൽ, ഇപ്പൊ മൺസൂൺ മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാതെ വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാലും ചെയ്യാത്ത ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഡിഫറെന്റ് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ ആകെ ഒരു ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് BT കോട്ടൺ എന്ന് പറയുന്നത്. ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ക്രോപ്പുകളിലും നമ്മൾ ഇതുവരെ ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, ആരംഗീകരിച്ചിട്ടില്ല? ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ഗവൺമെന്റ് അംഗീകരിക്കാനായിട്ട് ഒരു അപ്രൈസൽ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഇതുവരെ അംഗീകാരങ്ങൾ കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് ഡിഫറെന്റ് ക്രോപ്പുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് BT ബ്രിഞ്ചാൾ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിഞ്ചാൾ ക്രോപ്പ് ഉണ്ട്. ദെൻ വേറെ എന്താണ്? ഗാരാ മസ്റ്റാർഡ് ഉണ്ട്. ഗാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 എന്നാണ് ഇതിന്റെ പേര്. GM മസ്റ്റാർഡ്. ഓക്കെ, മസ്റ്റാർഡിന്റെ മലയാളം എന്താണ്? സോ മസ്റ്റാർഡ്, GM മസ്റ്റാർഡ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. ദാര മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 എന്നാണ് ഇതിന്റെ പേര്. ദെൻ BT ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടോ? ഇവിടെ ഇന്നത്തെ പത്രത്തിൽ കാണിക്കാം ഒരു ബ്രിഞ്ചാള്, അല്ലെങ്കിൽ ഒരു എന്താണ് ബ്രിഞ്ചാളിന്റെ മലയാളം? വെള്ളരി അല്ലല്ലോ, വഴുതനങ്ങ മരിച്ച പോലെ അതിന്റെ മുകളിൽ ഒരു മാലയൊക്കെ ഇട്ട് റോട്ടിൽ കിടത്തിയിരിക്കുന്ന കണ്ടോ? അതൊരു വഴുതനങ്ങയാണ്. സോ ഇവിടെ എന്താ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, BT ബ്രിഞ്ചാളിന്റെ ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റി ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ പല പാടശേഖരങ്ങളിലും എന്താണ് ഇത് ഇല്ലീഗലി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ഇത് ഇല്ലീഗലി കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? ഫാമേഴ്സ് അവരുടെ വീടിന്റെ പുറകിൽ നട്ടുനനച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ. ഇവർക്ക് ആരെങ്കിലും കൊടുത്താൽ മാത്രമല്ലേ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിന്റെ ഒരു മിസ്റ്ററി പഞ്ചാബ് ഹരിയാന റീജിയനുകളിലും രാജസ്ഥാൻ റീജിയനുകളിലും എയറിൽ നിൽക്കുന്നുണ്ട്. സോ അതിന്റെ ബേസിസിൽ അവിടെ പല പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ ന്യൂസ് നമ്മളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ UPSC പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് പഠിക്കണം? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്താണ്? ഇന്ത്യയിൽ നിലവിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സോ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രോപ്സ് ഏതാണ്?
കോട്ടൺ ആണ്. പരുത്തി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കോട്ടൺ ആയിരുന്നു. സോ അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോ അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിന് എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും മനുഷ്യരാശിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ചിലപ്പോൾ കോട്ടന്റെ എക്സ്പോർട്ടിനെ സംബന്ധിച്ച് ബാധിച്ചേക്കാം. പക്ഷെ അതെല്ലാം ടാക്കിൾ ചെയ്യാൻ പറ്റും എന്ന് കണ്ടത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ക്രോപ്പിന് എന്ത് കൊടുത്തേ, അക്സെപ്റ്റൻസ് കൊടുത്തത്. ഏത്? നമ്മളുടെ കോട്ടൺ ക്രോപ്പിന്. ഇവിടെ നിങ്ങൾ GM മസ്റ്റാർഡിന്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ GM മസ്റ്റാർഡിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് എടുക്കുക. ഓക്കെ, GM മസ്റ്റാർഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വരുണ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും ഏർലി ഹീര 2 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും തമ്മിൽ സംയോജിപ്പിച്ചു. ഇതിന്റെ രണ്ടിന്റെയും ജെനറ്റിക്സുകൾ സംയോജിപ്പിച്ചു. ഓക്കെ, ആ സംയോജിപ്പിക്കുന്നതിനെ ബർണേസ് ബസ്റ്റർ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ബർണേസ് ബസ്റ്റർ സിസ്റ്റം എന്നാണ് എന്തിനെ വിളിക്കുന്നത്? ഈ വരുണ എന്ന് പറയുന്ന വെറൈറ്റി ക്രോപ്പിനെയും, ഇന്ത്യൻ വെറൈറ്റി ക്രോപ്പിനെയും, ഹീര 2 എന്ന് പറയുന്ന യൂറോപ്യൻ വെറൈറ്റി ക്രോപ്പിനെയും കൂടി മസ്റ്റാർഡിന്റെ ഈ ക്രോപ്പുകളുടെ സവിശേഷതകളെ, ജീനിന്റെ സവിശേഷതകളെ എടുത്തിട്ട് സംയോജിപ്പിച്ചു. ഓക്കെ, സോ അതിനെ എന്താ പേര് വിളിക്കുന്നത്? ബർണേസ് ബസ്റ്റർ സിസ്റ്റം. സോ ഇതിന്റെ സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ പോളിനേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അതായത് ഈ വരുണ സിസ്റ്റത്തിലെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, അല്ലെങ്കിൽ ബർണേസ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പോളിനേറ്റ് ചെയ്യില്ല. അതാണ് ഒരു പ്രോബ്ലം ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, കൺവെൻഷണൽ മസ്റ്റാർഡ് ബ്രീഡിന്റെ പ്രോബ്ലം എന്തായിരുന്നു? സെൽഫ് പോളിനേഷൻ നടക്കില്ല. സോ ഈ സെൽഫ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഏർലി ഹീര 2 ജെനറ്റിക്സിനെ എടുത്ത് യൂസ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ എന്ത് ചെയ്തു? ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യാനും കുറച്ചും കൂടി പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചു. ഓക്കെ, സോ വേണമെങ്കിൽ UPSCക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തുകൂടെ? ബർണേസ് ബസ്റ്റർ സിസ്റ്റം റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു. എന്താണ് അതിന്റെ 4 ഓപ്ഷനുകൾ തരും. റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് റിലേറ്റഡ് ടു വാട്ട്? അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ന്യൂ AI ടെക്നോളജി റെലവെന്റ്, പിന്നെ എന്താണ് വല്ല ലോ മേക്കിംഗ്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്തൊരു 2 ഓപ്ഷനുകൾ കൂടി തന്നിരിക്കും. അപ്പോ കണക്ഷൻ ചെയ്യുന്നത് ബർണേസ് ബസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിരിക്കുക, അല്ലാണ്ട് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ചകഞ്ഞു പോയി ബർണേസ് ബസ്റ്റർ സിസ്റ്റം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അതിന്റെ ആവശ്യകതയില്ല. പക്ഷെ ഇതിന്റെ ഒരു പെരിഫറൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ബർണേസ് ബസ്റ്റർ സിസ്റ്റം പ്രവർത്തിക്കുന്നത്? അതായത് സെൽഫ് പോളിനേറ്റിംഗിന് വേണ്ടിയിട്ട്. സെൽഫ് പോളിനേറ്റിംഗ് ആയിരുന്നു നമ്മളുടെ ഇന്ത്യൻ വെറൈറ്റിക്ക്, കൺവെൻഷണൽ വെറൈറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം. സോ ആ പ്രോബ്ലത്തെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബസ്റ്റർ എന്ന് പറയുന്ന ഏർലി ഹീര 2 എന്ന് പറയുന്ന യൂറോപ്യൻ വെറൈറ്റിയുടെ ജീനുകളെ നമ്മളുടെ വരുണയുടെ ജീനുകളുമായിട്ട് സംയോജിപ്പിച്ചു. അങ്ങനെയാണ് DMH, ധാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 എന്ന് പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് ക്രോപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ who regulating the genetically modified crops in India? ആരാണ്? എന്താണ് ഇതിന്റെ ഒരു പ്രോബ്ലം? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് നല്ലതാണോ ചീത്തയാണോ? ജനറ്റിക്കലി മോഡിഫൈഡ്സ് പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും എന്താണ് കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ഇതിന് ചില ദൂഷ്യവശങ്ങളുണ്ട്. ലോകത്ത് ഈ GM ക്രോപ്സുകൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സുകൾ അല്ലെങ്കിൽ ജീൻ ടെക്നോളജി, ജനറ്റിക്സ് ടെക്നോളജി എല്ലാം ആരംഭഘട്ടത്തിൽ തന്നെയാണ്, അല്ലെ? ഇതിന്റെ ഒരു 20 വർഷം മുന്നേ ഉള്ള ഒരു ഡാറ്റയോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു 40 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയോ ഒന്നും നമ്മളുടെ കയ്യിൽ ഇപ്പോഴും ലഭ്യമല്ല. സോ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? സൈഡ് എഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ള ക്രോപ്പുകൾ ഇതെങ്ങനെ ബാധിക്കും? ഫുഡ് ചെയിനിനെ ഇതെങ്ങനെ ബാധിക്കും? നമ്മൾ മാത്രമല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത്. ഈ ക്രോപ്പുകളിൽ പരാഗണം ചെയ്യുന്ന പൂമ്പാറ്റകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻസെക്റ്റുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫുഡ് ചെയിൻ തന്നെ നിലവിലുണ്ട്. ഫ്രോക്സ്, ദെൻ സ്നേക്സുകള്, അവരെ കഴിക്കുന്ന പരുന്തുകള്. ഇങ്ങനെ ഈ ഒരു ഫുഡ് ചെയിനിനെ എല്ലാം ഇതെങ്ങനെ ബാധിക്കും എന്നുള്ള ചർച്ചകളും ഡിസ്കഷനുകളും റിസർച്ചുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു 40 വർഷത്തെ ഡാറ്റയോ ഒരു 50 വർഷത്തെ ഡാറ്റയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തുച്ഛമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ജനറ്റിക്കൽ മോഡിഫൈഡ് ക്രോപ്സുകളും ജനറ്റിക്കൽ എഞ്ചിനീയറിംഗും എല്ലാം. ഓക്കെ, സോ അക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം എൻവിറോൺമെന്റിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഈ കൺവെൻഷണൽ എന്താണ് കൺവെൻഷണൽ ഫാമേഴ്സും കൺവെൻഷണൽ ആളുകളും ഇതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ ഇതിന് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ UPSC പെർസ്പെക്റ്റീവിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? പോസിറ്റീവ്സ് എഴുതണം, നെഗറ്റീവ്സ് എഴുതണം. ഓക്കെ, പോസിറ്റീവ്സ് എന്താണ്? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്ക് കൂടുതൽ എക്കോണമി ഓഫ് സ്കെയിൽ കിട്ടുകയാണ്. ഇത്രയും ആളുകളുണ്ട്, ഇത്രയും ഫാമേഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 48% എന്താണ് ആളുകളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എവിടെയാണ്? നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിലാണ്, പ്രൈമറി സെക്ടറിലാണ്. സോ പ്രൈമറി സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടുകൾ കൂട്ടാനായിട്ട് സാധിക്കും. ദെൻ ഭക്ഷണത്തിന്റെ ലഭ്യത കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ മസ്റ്റാർഡ് അല്ലെങ്കിൽ നമ്മൾ മില്ലറ്റുകളിലെല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സുകൾ ഇൻക്രീസ് ചെയ്തിട്ട് അത് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, സാധാരണ ആളുകളിലേക്ക് ന്യൂട്രീഷൻ കുറച്ചും കൂടി വില കുറച്ച് എത്തിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് സൈഡുകളിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നെഗറ്റീവ് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസർച്ചിന്റെ ലഭ്യത കുറവ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ച് പറ്റുന്നില്ല. ദെൻ കൺവെൻഷണൽ ആയിട്ടുള്ള എന്താണ് സീഡ് വെറൈറ്റീസ്, ഇതെല്ലാം എന്താണ് നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ വയനാട് കേന്ദ്രീകരിച്ച ഒരു ഫാമർ ഉണ്ടല്ലോ, പത്മശ്രീ കിട്ടിയ ഒരു ഫാമർ, നെൽവയൽ രാമനാണെന്ന് തോന്നുന്നു. സോ അദ്ദേഹം എന്താ ചെയ്യുന്നത്? കൺവെൻഷനലി ഉള്ള സീഡ് വെറൈറ്റീസിനെ ഇദ്ദേഹം പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, പലതരം വെറൈറ്റികളും ഇപ്പോ എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് പേര് അവിടെ പോയി പഠിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫാമുകളിൽ പോയിട്ട് ഡിഫറെന്റ് വെറൈറ്റീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം നെല്ലിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. നെൽവയൽ രാമൻ എന്ന് പറയുന്ന ആൾ. കേരളത്തിൽ നിന്നൊരു എക്സാമ്പിൾ എടുത്തു കാണിക്കാനായിട്ട് നമുക്ക് പറ്റും. സോ അങ്ങനെയുള്ള കൺവെൻഷണൽ വെറൈറ്റീസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്ന ഒരു രീതിയായിരിക്കും. അതായത് നമ്മളുടെ തനതായിട്ടുള്ള രീതി. ഫോർ എക്സാമ്പിൾ, എന്താണ് എന്റെ നാട്ടിലുള്ള വെറൈറ്റിയാണ് പൊക്കാളി വെറൈറ്റി ഓഫ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിട്ട് ഡ്രോട്ട് റെസീലിയന്റും എന്താണ് സോൾട്ട് റെസീലിയന്റും ആയിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ എന്റെ പൊക്കാളി വെറൈറ്റിയുടെ ഒരു കൺവെൻഷണൽ തനിമ എനിക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ വരില്ല. അപ്പൊ അതെല്ലാം ഒരു പ്രോബ്ലമാണ്. ഇതിനെയെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ്. എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. എങ്കില് എന്റെ ഒരു ചോദ്യം, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ദെൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ദെൻ വേറെ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയും കൂടി എടുക്കും. 3 ഓപ്ഷനുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്? സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി, there is an engineering there, there is a science and technology behind there. പക്ഷേ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഒരിക്കലും മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലല്ല. പോസിബിൾ ആയിട്ട് തെറ്റിക്കാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലേ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റൽ അഫയേഴ്സിന്റെ കീഴിലാണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അണ്ടർ വിച്ച് ആക്ട് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപം കൊണ്ടിരിക്കുന്നത്. അതിന്റെ സബ് റൂൾസുകളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു കമ്മിറ്റിയാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സുകളുടെ അപ്രൂവലും എന്താണ് അതിന്റെ പഠനവും കാര്യങ്ങളും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രിയുടെ കീഴിലാണ്. സോ അത് തെറ്റരുത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കൊക്കെ വരും. ഇത് എപ്പോഴാ തെറ്റുന്നതെന്ന് അറിയാവോ? പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ആണോ? സോ വെൻ വി മൂവ് ടു ദ ലോജിക്കിന്റെ മുൻപിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ, നമ്മൾ പലപ്പോഴും പ്രിലിംസിൽ പലരും പറയാറുള്ള കാര്യമാണ്,
ലോജിക്കലി നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് പഠിക്കണം. ഡെഫിനറ്റ്ലി ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പഠിക്കണം. പക്ഷേ ബേസിക് കണ്ടന്റുകൾ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എത്ര ലോജിക് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. സോ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് കണ്ടന്റുകൾ നമ്മൾ ഉറപ്പിച്ചു വെക്കുക, ദെൻ അപ്ലൈ ലോജിക്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ദെൻ ജനറ്റിക്കലി മോഡിഫൈഡ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ജനറ്റിക്കലി മോഡിഫൈഡ് കമ്മിറ്റി എന്തിന്റെ അണ്ടറിലാണ്? എൻവിറോൺമെന്റൽ മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രിക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. റിവ്യൂ കമ്മിറ്റി, ദെൻ ഡിഫറന്റ് അഡ്വൈസറി കമ്മിറ്റീസ്, ഇതെല്ലാം ഫോം ചെയ്യുന്നത് എന്തിന്റെ അണ്ടറിലാണ്? സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. എൻവിറോൺമെന്റൽ മിനിസ്ട്രിക്ക് മാത്രമല്ല, സയൻസ് ആൻഡ് ടെക്നോളജിക്കും പെർട്ടിക്കുലർലി ഇതിൽ പങ്കുണ്ട്. ഡിഫറന്റ് മിനിസ്ട്രിക്ക് പങ്കുണ്ട്. ഡിഫൻസ് മിനിസ്ട്രി, അതായത് ഫോർ എക്സാമ്പിൾ ചൈനയിൽ നിന്നൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരെയും നശിപ്പിച്ച് കളയാനായിട്ട് തീരുമാനിച്ചത്. സോ ഡിഫറന്റ് മിനിസ്ട്രിക്ക് സ്റ്റേക്ക് ഹോൾഡർ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സുകൾ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം മനസ്സിലേക്ക് വെക്കുക. സെക്കൻഡ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു US സൗദി അറേബ്യ റിലേഷൻ. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് MBSനെ കണ്ടിരുന്നു. MBS ഏതാണ്? MB രാഘവനാണോ? അത് MBR ആണല്ലേ? ഓക്കെ, MBS ആരാണ്? MBS സൗദിയുടെ പ്രിൻസ് ആണ്, അല്ലെ? സോ US സൗദി റിലേഷൻസ് എങ്ങനെയായിരുന്നു? ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഓപ്പൺ എഡിറ്റോറിയലിന്റെ ഡിസ്കഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇന്ത്യയുടെ ഒരു ഇംപ്ലിക്കേഷനും കൂടി പഠിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ന്യൂസ് അവസാനിപ്പിക്കും. സോ മോർ ദാൻ നോട്ട് ഇറ്റ് ഡൗൺ, ഇതൊന്ന് കേട്ടിരിക്കുക എങ്ങനെയാണ് ഈ ഒരു റിലേഷൻസ് മുന്നോട്ട് പോയത്, മുഹമ്മദ് ബിൻ സൽമാനുമായിട്ടുള്ള റിലേഷൻസും സൗദി അറേബ്യയുമായിട്ടുള്ള റിലേഷൻസും മുന്നോട്ട് പോയത്. സോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏറ്റവും കൂടുതൽ ലോകത്ത് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനം പെട്രോൾ ആയിരുന്നു, ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു. അത് കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നൊക്കെ തന്നെയായിരുന്നു സൗദി അറേബ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ അന്നത്തെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രം, അന്നത്തെ ഏറ്റവും മൂല്യമേറിയ വസ്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു രാഷ്ട്രവുമായിട്ട് ഉടമ്പടികൾ ഒപ്പുവെക്കുക സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്, അല്ലെ? അത് US-ഉം സൗദി അറേബ്യയും തമ്മിലായിരുന്നു. സോ US-ഉം സൗദി അറേബ്യയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓയിൽ പ്രൈസിങ്ങിന് വേണ്ടിയിട്ടും ഓയിൽ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടും ഡിഫറന്റ് ഉടമ്പടികൾ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ US-ന് പെർട്ടിക്കുലർലി പല കൺസേണുകളും ഉണ്ടായിരുന്നു. ഒരു മൾട്ടി പോളാർ വേൾഡിലേക്കൊന്നും പോകാൻ പാടില്ല, ഒരു ബൈപോളാർ വേൾഡിലേക്ക് പോകാൻ പോലും US പ്രൊമിനൻസി ആഗ്രഹിച്ചിരുന്ന ഒരു കൺട്രിയാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റ് ആ സമയത്ത് ശാന്തമൊന്നും ആയിരുന്നില്ല. നമ്മളുടെ ഇപ്പുറം ഇസ്രായേല്, പാലസ്തീൻ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അറബുകൾ തമ്മിൽ പരസ്പരം കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇന്ന് കാണുന്നതിന്റെ ഒരു റെപ്ലിക്ക അന്നും ഉണ്ടായിരുന്നു. ഓക്കെ, സോ അവരുടെ ഇൻട്രസ്റ്റ്. എന്നാൽ ഈ മിഡിൽ ഈസ്റ്റിന് ഒരു പ്രത്യേകത ഉള്ളത്, അവർക്ക് ഓൺ റിസോഴ്സസ് ഉണ്ട്. അവര് പറയുന്നതാണ് നിലപാട്. കാശുള്ളവൻ കാര്യക്കാരനാകും. കാരണം അവർക്ക് അവിടെ ഒരു വോയിസ് ഉണ്ട്. സോ അതുപോലെ സൗദി അറേബ്യയ്ക്കും അവിടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു. US സൗദി റിലേഷൻസ് ആദ്യ കാലഘട്ടങ്ങളിൽ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ദെൻ മേജർ ചേഞ്ച് ഒക്കേർ ചെയ്തത് യോം കിപ്പൂർ വാറിന്റെ സമയത്താണ്. ഓക്കെ, യോം കിപ്പൂർ വാറിന്റെ സമയത്താണ്. എവിടെയാണ് ഈ യോം കിപ്പൂർ വാർ കേട്ടിട്ടുള്ളത് നിങ്ങൾ? ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് 1973 എന്ത് ചെയ്തു? 1973 ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സോ അന്ന് സൗദി അറേബ്യ അടക്കമുള്ള ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒരു തീരുമാനമെടുത്തു. ഞങ്ങള് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് പല വഴിക്ക് ലിമിറ്റ് ചെയ്യും. സോ ദർ ക്രിയേറ്റ്സ് ആൻ ഓയിൽ എംബാഗോ. സോ അവിടെ ഒരു ഓയിൽ ക്രൈസിസ് രൂപപ്പെട്ടു. ഈ അവസരത്തിൽ എന്ത് ചെയ്തു? ഈ അവസരത്തില് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? USA ആണ്. സൗദി അറേബ്യക്ക് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സൗദി അറേബ്യക്ക് സ്വന്തമായിട്ട് കുഴിച്ചെടുക്കാനായിട്ട് ഓയിലുകൾ ഉണ്ട്. അവർ പറഞ്ഞു, മക്കളെ ഞങ്ങൾ കയറ്റി അയക്കില്ല, ഞങ്ങൾ കുറച്ച് അണ്ണന്മാരുണ്ട്, ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന കുറച്ച് അറബ് നേഷൻസ് ഉണ്ട്, ഞങ്ങളുടെ മതത്തിലുള്ളവന്മാരെയാണ് നിങ്ങൾ പിടിച്ച് അലക്കുന്നത്. സോ അവരെ ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും. സോ അമേരിക്ക വരണ്ടു.
അമേരിക്ക എന്ത് പറഞ്ഞു? അമേരിക്ക ഇവരൊക്കെ ആയിട്ട് ചർച്ചകൾ ചെയ്തു. പെട്രോ ഡോളറിൽ ഇനി എന്താണ് ഒപെക് കൺട്രീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് സെല്ല് ചെയ്യുമ്പോൾ ഡോളറിൽ സെല്ല് ചെയ്യണം എന്നുൾപ്പെടെയുള്ള നടപടികളൊക്കെ ഇതിന് ശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വന്നു. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? ഇന്റർനാഷണൽ റിലേഷൻസ് സംസാരിച്ചപ്പോൾ. സോ ഹൗ ദ പെട്രോ ഡോളർ ഫോംഡ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ എല്ലാം ഉടപടികളായിട്ട് എന്ത് ചെയ്തു? നമ്മളുടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒന്നുടയാനായിട്ട് തുടങ്ങി. ഓക്കെ, 1980 ആയപ്പോഴേക്കും ഒരു പടി കൂടി കടന്ന് സൗദി അറേബ്യ ചൈനയുടെ കയ്യിൽ നിന്ന് മിസൈൽ വാങ്ങാൻ പോയി. അപ്പൊ അമേരിക്ക പറഞ്ഞു, മക്കളെ വാങ്ങല്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് നല്ല മിസൈൽ തരൂലേ, 6 അടി നീളവും 8 അടി പൊക്കമുള്ള നല്ല ഉഗ്ര മിസൈൽ ഞങ്ങൾ തരും. അപ്പൊ അമേരിക്കയോട് സൗദി അറേബ്യ പറഞ്ഞു, മക്കളെ നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ കയ്യില് പണമുണ്ട്, ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നായാലും വാങ്ങും. സോ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് കേൾക്കുന്നുണ്ടോ? അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ചൈനയെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സൗദി അറേബ്യ എത്തി. പക്ഷെ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോഴേക്കും അമേരിക്ക ഓയിൽ കണ്ടുപിടിച്ചു തുടങ്ങി. സോ ഈ ഷെയിൽ ഗ്യാസിന്റെ അമേരിക്കയിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ ഒരു ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിച്ചു. അന്നത്തോളം അമേരിക്കയ്ക്ക് ഇല്ലാതിരുന്നത് എന്തായിരുന്നു? അമേരിക്കയ്ക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യം മാത്രമായിരുന്നു, ഈ ഓയിൽ, പെർട്ടിക്കുലർലി ക്രൂഡ് ഓയിൽ. അതിനെ അമേരിക്കയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള വിദ്യകൾ, ഷെയിൽ ഗ്യാസിന്റെ എക്സ്പ്ലോറേഷൻ ആണ് മോഡേൺ ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിച്ച, അമേരിക്കയിലെ ഷെയിൽ ഗ്യാസിന്റെ എക്സ്പ്ലോറേഷൻ ആണ് മോഡേൺ ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിച്ച മറ്റൊരു സന്ദർഭം. ഓക്കെ, സോ അമേരിക്ക ഷെയിൽ ഗ്യാസ് കണ്ടുപിടിക്കുകയാണ്. ഇത് ഹ്യൂജ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്, എക്സ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും, നിങ്ങളിപ്പോ ലോകത്തിലെ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അതിലെ മുഖ്യ ഒരു കണ്ണിയാണ്. ഓക്കെ, സോ ഈ ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ യൂറോപ്പ് അതിലൊന്ന് മുൻപന്തിയിലെത്താനായിട്ട് തുടങ്ങി. സോ ആ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? അമേരിക്കയ്ക്ക് ഈ മിഡിൽ ഈസ്റ്റ് ഏരിയാസിലെ പ്രശ്നങ്ങൾ നോക്കാനായിട്ട് സമയമില്ല. കാരണം ഓയിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇനി നിങ്ങളെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? സോ ആ ഒരു അവസരത്തില് അമേരിക്ക കീപ്സ് ആൻ ആം ലെങ്ത് ബിറ്റ്വീൻ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. ഓക്കെ, ഇറാന്റെ പ്രശ്നത്തിൽ തലയിടാൻ പോകാണ്ടായി, സൗദി അറേബ്യയുടെ പ്രശ്നത്തിൽ തലയിടാൻ പോകാണ്ടായി. എന്നാലും ഇവര് പരസ്പരം ഒരു മൾട്ടി അലൈൻമെന്റ്. ഇപ്പോ സൗദി അറേബ്യക്ക് ആരുമായിട്ടും കൂട്ടുകൂടാം. കാരണം എന്താ? അവർക്ക് റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സസ് ഉള്ളവന്റെ ഒപ്പം ഒരുപാട് ആളുകൾ വരും, പണമുള്ളവന്റെ ഒപ്പം ഒരുപാട് ആളുകൾ കൂട്ടുകൂടാനായിട്ട് വരും. സോ ആ ഒരു ബോധ്യം സൗദി അറേബ്യക്ക് ഉള്ളതുകൊണ്ട് സൗദി അറേബ്യ ഇന്ത്യയായിട്ട് ട്രേഡ് ചെയ്യും, ചൈനയായിട്ട് ട്രേഡ് ചെയ്യും, വേണമെങ്കിൽ ബംഗ്ലാദേശ് ആയിട്ട് ട്രേഡ് ചെയ്യും, പാകിസ്ഥാനായിട്ട് ട്രേഡ് ചെയ്യും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിലേക്ക് ആരും വളർന്നു? USA-യും വളർന്നു. ഓക്കെ, എന്നാൽ മറ്റൊരു മേജർ ക്രൈസിസ് സംഭവിച്ചത് 2018-ലാണ്. 2018 ഈ സൗദി അറേബ്യ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ടർക്കി കോൺസുലേറ്റില് അല്ലെങ്കിൽ സൗദി അറേബ്യ ഒരു ജേർണലിസ്റ്റിനെ വധിച്ചു. അതായത് ടർക്കി കോൺസുലേറ്റിൽ കയറിയിട്ട് സൗദി അറേബ്യയുടെ സീക്രട്ട് മിഷൻ ഓപ്പറേറ്റേഴ്സ് ഒരു ജേർണലിസ്റ്റിനെ വധിച്ചു. ഖഷോഗി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സോ ഇദ്ദേഹം ഏത് ന്യൂസ് ആയിരുന്നു? ഒരു പ്രൊമിനന്റ് ന്യൂസ് പേപ്പറിലെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആന്റി സൗദി അറേബ്യ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ റിലീജിയൻസിനെയും അവിടെയുള്ള പ്രാക്ടീസസുകളെയും വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ വധത്തിന് പിന്നില് മുഹമ്മദ് ബിൻ സൽമാൻ ഈ MBS ആണ് എന്ന് ലോകം ക്രിട്ടിസൈസ് ചെയ്തു. സോ അമേരിക്കയും, ജോ ബൈഡൻ ആയിരുന്നു ആ സമയത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സോ 2018-19 കാലഘട്ടമാണ് പറയുന്നത്. ജോ ബൈഡൻ ആണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ജോ ബൈഡൻ എന്ത് ചെയ്തു? ജോ ബൈഡൻ ഈ മുഹമ്മദ് ബിൻ സൽമാനെയും സൗദി അറേബ്യനെയും വലിയ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപ്, ഈ 2018 നടക്കുന്നതിന് മുൻപ് ട്രംപ് അണ്ണൻ അധികാരത്തിൽ ഉണ്ടായിരുന്നല്ലോ. സോ ട്രംപ് അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് ചെയ്തു? അബ്രഹാം അക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു അക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അബ്രഹാമിക് അക്കോർഡ്സ് എന്ന് പറയുന്ന ഈ അബ്രഹാമിക് റിലീജിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അറബ് സ്റ്റേറ്റുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇസ്രായേൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കുന്ന രീതിയിൽ അബ്രഹാം അക്കോർഡ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബൈഡൻ വന്നപ്പോഴേക്കും അത് നേരെ തിരിഞ്ഞു. പെർട്ടിക്കുലർലി ടർക്കിയുടെ മണ്ണിൽ കയറിയിട്ട് ഖഷോഗിനെ കൂടി കൊല്ലുന്ന ഒരവസ്ഥ വന്നപ്പോഴേക്കും, ജേർണലിസ്റ്റിനെ കൂടി കൊല്ലുന്ന ഒരവസ്ഥ വന്നപ്പോഴേക്കും ഇദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് തീരുമാനിച്ചു. സോ ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ.
ദെൻ കറന്റ്ലി ബൈഡൻ വന്നു, ബൈഡൻ അല്ല ട്രംപ് വന്നു. ട്രംപ് വന്നിട്ട് എന്ത് ചെയ്തു? മുഹമ്മദ് ബിൻ സൽമാനെ നേരിട്ട് കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഓക്കെ, സോ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വലിയ ഇൻ ദ സെൻസ് പണത്തിന്റെ കാര്യത്തിലും ജോഗ്രഫിയുടെ കാര്യത്തിലും വലിയൊരു കൺട്രിയും ലോകത്തിലെ ആഗോള ശക്തിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ കൺട്രി എന്നുള്ള രീതിയിൽ അമേരിക്കയും നടത്തിയ കൂടിക്കാഴ്ച ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ മുഹമ്മദ് ബിൻ സൽമാനെയും എന്താണ് നമ്മളുടെ ട്രംപിനെയും ചുറ്റിപ്പറ്റി ലോകം ഇനി എങ്ങനെ മാറും? അതാണ് നമ്മളെ കുഴക്കുന്ന ഒരു ചോദ്യം. എങ്ങനെയായിരിക്കും? സോ ഇന്ത്യയും ഇന്ത്യയും യു എസ് എയുമായിട്ട് താരിഫ് വാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയല്ല സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് ട്രീറ്റീസ് സൈൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞങ്ങളിൽ ആരെങ്കിലും ഒരുത്തനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും തൊടുന്ന പോലെ തന്നെയാണ് എന്നാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും ട്രീറ്റി ഒപ്പിട്ടുകൊണ്ട് പറഞ്ഞത്. സോ സൗദി അറേബ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യയോട് കൂടുതലായിട്ട് ആരെടുക്കുന്നു? നമ്മളുടെ ട്രംപും യു എസ് എയും അടുക്കുന്നു. സോ ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ, ഇന്ത്യൻ ജിയോ പൊളിറ്റിക്സിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ എന്റെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? പാകിസ്ഥാനല്ല, സൗദി അറേബ്യയുടെയും യു എസ് എയുടെയും ഇടയിൽ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? തെല്ലാലി വാസ് ദ മേജർ പ്രോബ്ലം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒരു മേജർ പ്രോബ്ലമാണ്. ഇറാന്റെ മേലെ ഒരുപാട് സാങ്ഷനുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മുസ്ലിം സ്വത്വം കീപ്പ് ചെയ്യുന്നവരാണ്. ദാറ്റ്സ് വൈ ദേ എന്താണ് ഒരു ട്രീറ്റി ഇവരായിട്ട് ഒപ്പിട്ടത്, പാകിസ്ഥാനുമായിട്ട് ഒരു ട്രീറ്റി ഒപ്പിട്ടത്. അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്ലിം സ്വത്വം. ടർക്കി എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത്? ഇത്രയും വലിയൊരു രാജ്യം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാതെ പാകിസ്ഥാനെ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? അതൊരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ടും അവിടെ ഭരിക്കുന്നവർ ഒരു മുസ്ലിം പ്രൊമിനന്റ് ആയതുകൊണ്ടുമാണ്, അല്ലെ? സോ മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ, ആഗോള മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് അവർ ആ സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ ഇസ്രായേൽ പാലസ്തീൻ റിലേഷനിലാകുമ്പോഴേക്കും അമേരിക്കയും സൗദി അറേബ്യയും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കും. ദെൻ ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഈ ചിത്രത്തില് സൗദി അറേബ്യയും ചൈനയും, ഇത് ചൈനയുടെ പ്രസിഡന്റ് ആണ് കേട്ടോ, ഒരു ഇൻഫോഗ്രാഫിക് ചിത്രം മാത്രമാണ്. സോ ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളും എന്താണ് കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ എക്കണോമിക് ട്രേഡുകളിൽ ചൈനയുടെ ഒരു കടന്നുകയറ്റം സൗദി റീജിയനുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ സൗദി അറേബ്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ എന്ന രീതിയിൽ ചൈനയും വരുന്നുണ്ട്. സോ ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ, ചൈന സൗദി അറേബ്യയുടെ വലിയ ട്രേഡസ്റ്റ് പാർട്ണർ ആവുകയും യു എസ് എ 4ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കും പിന്മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഒരു പോളിസിയിൽ നമ്മളെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളായിട്ട് മാറുന്നത്. ദെൻ കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യയും യു എസ് എയും തമ്മിലുള്ള കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ ന്യൂക്ലിയർ എനർജികളിലും AI ടെക്നോളജി, സെമി കണ്ടക്ടേഴ്സ്, ദെൻ അഡ്വാൻസ്ഡ് ഡിഫൻസ് ടെക്നോളജി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കോർപ്പറേഷൻ ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് എന്താകും എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അതാണ് സൗദി അറേബ്യ യു എസ് റിലേഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ, നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഇസ് റിലേറ്റഡ് ടു പോഷ് ആക്ട്. പോഷ് ആക്ട് എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഇൻ വർക്ക് പ്ലേസ് ആക്ട് 2013. സോ 2013 നമുക്കൊരു ആക്ട് ഉണ്ട്. ഈ ആക്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ പോഷ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്താണ് പോഷ് ആക്ട്? വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹറാസ്മെന്റ് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. സോ കറന്റ്ലി ഛത്തീസ്ഗഡിലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അതായത് ഛത്തീസ്ഗഡിലെ ഒരു ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? ഒരു പ്രൊഫസറിനെ ഒരു കോളേജ് പ്രൊഫസറിനെ സെക്ഷൽ ഹറാസ്മെന്റിന്റെ പേരിൽ പുറത്താക്കുകയാണ്. സോ ഈ പോഷ് ആക്ടിന് പല ലിമിറ്റേഷനുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലോ കൺവിക്ഷൻ റേറ്റുകൾ. സോ പോക്സോ ആക്ടിന്റെ കേസിലും പോഷ് ആക്ടിന്റെ കേസുകളിലും നമ്മൾ ഈക്വലി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്?
ലോ കൺവിക്ഷൻ റേറ്റുകളാണ്. രണ്ട് കേസുകളിലും ഇപ്പോൾ കേസുകൾ ഉണ്ടെങ്കിലും കൺവിക്ഷൻ റേറ്റ് തുലോം തുച്ഛമാണ്. കാരണം എന്താണ്? ഇതിന്റെ ഒരു പ്രോസസ്സ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. സോ ഫോർ എക്സാമ്പിൾ, ഒരാള് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി അദ്ദേഹത്തിന്റെ വർക്ക് പ്ലേസിൽ വെച്ചിട്ട്. ഇവരെന്ത് ചെയ്യണം? ഇവര് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയിൽ പരാതി കൊടുക്കണം. എന്താണ് ഈ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ആ ഓർഗനൈസേഷനുകളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഷെയർ ചെയ്തുകൊണ്ട് അതിൽ വുമൻസ് റെപ്രസെന്റേഷൻ ഉണ്ടാകും. ദെൻ എന്താണ് LGBTQ ആളുകളുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവരുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകും. ദെൻ ആ പ്രദേശത്തെ പ്രമുഖ വ്യക്തികളും ലോയേഴ്സും അടങ്ങുന്ന ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടാകും. ഈ കംപ്ലൈന്റ് കമ്മിറ്റിക്കുള്ളിൽ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പരാതി കൊടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ഒരാള് എന്ത് ചെയ്തു? ഒരു പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി. ഇദ്ദേഹത്തിന് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ അടുത്തേക്ക് പോയിട്ട് പരാതി കൊടുക്കാം. ഈ പരാതിയിൽ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഒരു അന്വേഷണം നടത്തും. ഓക്കെ, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഒരു അന്വേഷണം നടത്തും. ആ അന്വേഷണത്തില് തൃപ്തനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഓർഗനൈസേഷന്റെ അകത്ത് എന്ത് ചെയ്യും? ഓർഗനൈസേഷന്റെ അകത്ത് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും. ഓക്കെ, ഓർഗനൈസേഷന്റെ അകത്ത് ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കും. ഈ ആക്ഷനുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ആക്ഷനുകളാണ് നമുക്ക് അവരുടെ പിരിച്ചുവിടലായിട്ടോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമായിട്ടോ അങ്ങനെ ഡിഫറൻറ്റ് കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹത്തെ ജയിലിലേക്ക് ഇടാനായിട്ട് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അകത്തുള്ള ഒരു കമ്മിറ്റിയാണ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ അകത്തുള്ള ഒരു കമ്മിറ്റിയാണ്. സോ ഇവിടത്തെ കാര്യം തൃപ്തികരമല്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പുറത്ത് പോയിട്ട് പുറത്ത് പുതിയൊരു കേസ് കൊടുക്കാം. ഓക്കെ, IPC സെക്ഷനിൽ വരുന്ന എന്ത് കൊടുക്കാം? കേസ് കൊടുക്കാം. സോ IPCയുടെ ബേസിസിലല്ല ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? കേസ് പരിഗണിക്കുന്നത്. പകരം നാച്ചുറൽ ജസ്റ്റിസ്, സാമൂഹിക നീതിയുടെ ബേസിസിലാണ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി നമ്മളുടെ കേസുകൾ പരിഗണിക്കുന്നത്. സോ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ്? അതാണ് ഇവിടെ. വാട്ട് ആർ ദ ഫോൾ ഷോർട്ട് ഓഫ് ദിസ് ആക്ട്? ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബേസിക്സ് മനസ്സിലായാലും എങ്ങനെയാണ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പോഷ് ആക്ട് പ്രവർത്തിക്കുന്നത്. സോ എനിക്ക് ഇദ്ദേഹത്തെ ജയിലിൽ ഇടാനായിട്ടൊന്നും സാധിക്കില്ല. പകരം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതിലും ഞാൻ തൃപ്തനല്ലെങ്കിൽ എനിക്ക് കോടതിയിലേക്ക് പോകാം, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം, പുതിയൊരു പരാതി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. ഈ പരാതിയെ അപ്പീലുമായിട്ടല്ല പോകുന്നത്, പുതിയൊരു പരാതി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും, ക്രിമിനൽ കേസ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പ്രോബ്ലം ലോ കൺവിക്ഷൻ റേറ്റ് ആണ്. രണ്ടാമത്തെ പ്രോബ്ലം ഇൻസ്റ്റിറ്റ്യൂഷണൽ റെലക്റ്റൻസുകളാണ്. അതായത് ആരാണോ ഉത്തരവാദിയാകുന്നത് അല്ലെങ്കിൽ ആരാണോ ഇരയാക്കപ്പെടുന്നത് അവര് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് മടിക്കുന്നു. പ്രോബ്ലം എന്താണ്? അവര് ഇനിയും അവിടെ തുടർന്ന് പോകേണ്ടവരാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ജോലി സ്ഥാപനമാണെങ്കിൽ അവർ ഇനിയും അവിടെ തുടർന്ന് പോകേണ്ടവരാണ്. ഞങ്ങൾക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, പ്രമോഷന് പ്രശ്നങ്ങൾ വരുമോ, ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ അവരെ അകറ്റുന്നു. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തായിട്ട് വരാം? അതായത് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിനകത്തുള്ളവർ തന്നെയാണ്. സോ പേരിന് മാത്രമായിട്ട് എന്ത് ചെയ്യും? ഒരു ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി രൂപീകരിക്കും. അതിൽ വലിയ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന്റെ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻഅഡക്വേറ്റ് ട്രെയിനിങ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. സർവൈവർ റീട്രോമറ്റൈസേഷൻ, ഒരു പ്രാവശ്യം ട്രോമയിലൂടെ കടന്നുപോയി, ദെൻ വീണ്ടും അതിലെ കൂടി തന്നെ കടന്നു പോകാനായിട്ട് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. പക്ഷേ ഇവിടെയുള്ളൊരു ലീഗൽ എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ആർട്ടിക്കിളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ പോഷ് ആക്ട് സൈലന്റ് ആയിരിക്കുന്ന ഒരു കാര്യം ഈ ഇൻഫോംഡ് കൺസെന്റ് ആണ്. എന്താണ്? ദർ ഇസ് എ കൺസെന്റ്. ഫോർ എക്സാമ്പിൾ, എന്താണ്? ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഫോർ എക്സാമ്പിൾ പറയാം. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇദ്ദേഹം കൺസെന്റോട് കൂടിയിട്ടാണ് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അത് ഇൻഫോംഡ് കൺസെന്റ് ആണോ? അതാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ പോഷ് ആക്ടിൽ പലപ്പോഴും എന്താണ്
ഇപ്പോ സബോർഡിനേറ്റ് സുപ്പീരിയറിനോട് ഒരു റിലേഷനിലായിരിക്കാം. ഇവരെ പ്രൊമോഷൻ കൊടുക്കാമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള അവസരത്തിൽ ചിലപ്പോൾ ഇവർ കൺസെന്റ് കൊടുക്കാം, പക്ഷെ ഇത് ഇൻഫോംഡ് കൺസെന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് ഈ ഇൻഫോംഡ് കൺസെന്റിന്റെ കേസ് നമ്മളുടെ ലോയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദർ ഇസ് എ കൺസെന്റ് എന്ന് മാത്രമേ കോഴ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. സോ അതൊരു ലീഗൽ ബ്ലൈൻഡ് സ്പോട്ട് ആണ്. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ്, ടൈം ലിമിറ്റ്സ് 3 മാസം, അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഈ പെൺകുട്ടി എന്തായി, ട്രോമറ്റൈസ് ആയി പോയി, ഇദ്ദേഹത്തിന് പുറത്ത് പറയാനായിട്ട് ഒരു മടിയായി പോയി, 4 മാസം 6 മാസം ഡിപ്രഷനിലേക്ക് പോയി, അങ്ങനെ പല സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ട് ഒരു 6 മാസം 90 ദിവസം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം റിക്കവറി ആവുന്നത്. ഇദ്ദേഹം ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് സ്വീകരിക്കുമോ? ഇല്ല. 3 മാസത്തിനുള്ളിലേ ഇത് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ് ഈ ഒരു ആക്ടിനുണ്ട്. സോ അതെല്ലാം എന്താണ്, അക്കൗണ്ടബിലിറ്റിയുടെ ഇല്ലായ്മ, ഇതെല്ലാം എന്താണ്, ഇതിന്റെ നമ്മളുടെ ഈ പോഷ് ആക്ടിന്റെ കൺവിക്ഷൻ റേറ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ എന്താണ്, ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് എന്റെ കമ്പനിയിൽ, ഫോർ എക്സാമ്പിൾ, ഈ കമ്പനിയിൽ എന്ത് ചെയ്തു, ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പുറത്താക്കിയ ഒരാൾക്ക് വേറൊരു കമ്പനിയിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്സും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ് ആണ് ഈ ഒരു ലോ കൺവിക്ഷൻ റേറ്റ് വരുത്താനായിട്ട് ഇവിടെ സഹായകമാകുന്നത്. ഓക്കെ, സോ ആ ഒരു ചെറിയ ആർട്ടിക്കിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോഷ് ആക്ടിന്റെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന പ്രോബ്ലംസിനേക്കാൾ വലിയ പ്രോബ്ലംസ് ഒന്നും ഇവിടെ വരുന്നില്ല. തേർഡ് ആർട്ടിക്കിൾ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആർട്ടിക്കിൾ. ഫോർത്ത് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു പേഴ്സണാലിറ്റി റൈറ്റ്സ്. എന്താണ് പേഴ്സണാലിറ്റി റൈറ്റ്സ്? നമ്മളൊരു ടെക്സ്റ്റ് ആൻഡ് കോൺടാക്ട് സെക്ഷനിൽ പണ്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, രജനീകാന്ത് കേസ്. ദെൻ അങ്ങനെ ഡിഫറെന്റ് കേസുകൾ, ബോളിവുഡിലെ ഡിഫറെന്റ് ആളുകൾക്കെതിരായിട്ടുള്ള, രൺബീർ കപൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ. ഇപ്പൊ പേഴ്സണാലിറ്റി റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശബ്ദം, ഒരാളുടെ ഫോട്ടോ, അല്ലെങ്കിൽ ഒരാളുടെ എന്താണ് പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ അഭിനയം, അദ്ദേഹത്തിന്റെ വോയിസ്, അദ്ദേഹത്തിന്റെ മുഖം, ചിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്നതാണ് പേഴ്സണാലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ മാറുന്ന കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ, ഡീപ് ഫേക്കിന്റെ കാലഘട്ടത്തിൽ എന്താണ് ഈ പേഴ്സണാലിറ്റി റൈറ്റ്സിനെ എങ്ങനെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് നോക്കിക്കാണുന്നത്? ഓക്കെ, ഗ്ലോബലി 2 എക്സാമ്പിളുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് USA എക്സാമ്പിൾ. USA എക്സാമ്പിൾ എന്താണ്, പേഴ്സണാലിറ്റി റൈറ്റിനെ പ്രോപ്പർട്ടി റൈറ്റുമായിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്റെ ശബ്ദം എന്ന് പറയുന്നത് എന്റെ പ്രോപ്പർട്ടിയാണ്, എനിക്കത് വിൽക്കണമെങ്കിൽ വിൽക്കാം, ഒരു കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താണ്, ഞാൻ AD ഷെറാൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഏതാണ് പാട്ട്, മറന്നുപോയി, ലവ് വിത്ത് ദ ഷേപ്പ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞ പാട്ട് എഴുതിയിരുന്ന AD ഷെറാൻ. സോ ഇദ്ദേഹത്തിന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അദ്ദേഹത്തിന്റെ ശബ്ദം വിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് വിൽക്കാം, ഒരു കുഴപ്പമില്ല, അദ്ദേഹം പൈസ വാങ്ങിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വാട്സപ്പിന് വേണ്ടിയിട്ട് കുറച്ച് എന്തായിരുന്നു നമ്മളുടെയൊക്കെ സ്റ്റാറ്റസുകളിലേക്ക് ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. സോ അദ്ദേഹത്തിന്റെ ശബ്ദം വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. യൂറോപ്യൻ യൂണിയനില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോയും എന്താണ്, പ്രൈവസി പേഴ്സണാലിറ്റി ലോയും എന്താണ്, ഹ്യൂമനിറ്റിയുടെ ബേസിസിൽ ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഒരു എന്തുണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. ഹ്യൂമനിറ്റി അല്ല, ഡിഗ്നിറ്റിയുടെ ബേസിസിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു ഹ്യൂമൻ നേച്ചർ ഉണ്ട്. അതിനെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്താണ്, ഇംപ്രോപ്പർ ആണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ ആണ്. ഓക്കെ, സോ അമേരിക്കയിൽ പ്രോപ്പർട്ടി ആയിട്ടാണെങ്കിൽ ഇന്ത്യയിൽ എന്താണ്, ഡിഗ്നിറ്റി, ഇന്ത്യയിലല്ല യൂറോപ്യൻ യൂണിയനിൽ ഡിഗ്നിറ്റിയുടെ ബേസ് ചെയ്തിട്ടുണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഈ രണ്ടിന്റെയും ഒരു സമ്മിശ്ര രൂപം, മിക്സഡ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയിലെ നിയമങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ലോ പുറപ്പെടുവിച്ചത് ആരായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കേസ് ഏതായിരുന്നു? പുട്ടസ്വാമി കേസാണ്. ഏതാണ്? പുട്ടസ്വാമി കേസ്. 2017 റൈറ്റ് ടു പ്രൈവസിയെ
ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയ പുട്ടസ്വാമി കേസ്. ഓക്കെ, സോ ഓരോരുത്തരുടെ പ്രൈവസിയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ ഫോട്ടോസ് എങ്ങനെ പബ്ലിക്കിലേക്ക് പോകണം, എങ്ങനെ അത് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്. സോ അതെല്ലാം ഇന്ത്യയിലെ പ്രൈവസിയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. സോ എ ഇനേബിൾഡ് മിസ്യൂസിനെയും എയുടെ ഓതന്റിറ്റി ക്രൈസിസിനെയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം നമ്മൾ ഈ പ്രൈവസിയുമായിട്ടാണ് ഇന്ത്യയിൽ അലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പല കേസുകളുണ്ട്. ഇപ്പൊ ആരാണ് ഈ അടുത്ത് കേസ് കൊടുത്തിരിക്കുന്നത്? അഭിഷേക് ബച്ചനാണ്. ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ, ദെൻ ടെക് ജയൻസുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ടെക് ജയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടെക് കമ്പനീസുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ, യൂട്യൂബ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക് ജയൻസുകൾക്കെതിരെ ഇവർ കേസ് കൊടുത്തിരിക്കുകയാണ്, ഇവരുടെ ഡീപ് ഫേക്കുകൾ പ്രൊമോട്ട് ചെയ്തു വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. രൺബീർ കപൂർ കേസ് കൊടുത്തിട്ടുണ്ട്, അഭിഷേക് ബച്ചൻ തന്നെ മുന്നേയും കേസ് കൊടുത്തിട്ടുണ്ട്, ദെൻ നമ്മളുടെ ഇങ്ങേര് കേസ് കൊടുത്തിട്ടുണ്ട്, തമിഴ്നാടിന്റെ രജനീകാന്ത് കേസ് കൊടുത്തിട്ടുണ്ട്. സോ ഡിഫറെന്റ് ആളുകൾ, അർജിത് സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദം യൂട്ടിലൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അർജിത് സിംഗ് കേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഡിഫറെന്റ് കേസുകൾ എന്താണ്, അവരുടെ പേഴ്സണാലിറ്റി റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ ഇന്ത്യ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ നിയമമില്ല. എന്തൊക്കെയാണ് അതിന്റെ റെഗുലേഷൻ, എന്തൊക്കെയാണ് അതിന്റെ എന്തൊക്കെ കാര്യങ്ങളിൽ അത് യൂട്ടിലൈസ് ചെയ്യാം, എന്താണ് അതിന്റെ ഫൈനുകളും പെനാലിറ്റീസും, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു നിയമമില്ല. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബില്ല് തന്നെ അവർക്കുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ട് തന്നെയുണ്ട് അവർക്ക്. 4 രീതിയിലെ ക്ലാസിഫൈ ചെയ്യുന്നു ത്രെറ്റുകളുടെ അടിസ്ഥാനത്തിൽ. യൂറോപ്യൻ യൂണിയന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ട് എങ്ങനെയാണ്? 4 രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹൈ ത്രെട്ട്, ദെൻ ലോ ത്രെട്ട് ആയിട്ടുള്ളതും, ദെൻ മീഡിയേറ്റ് ത്രെട്ടും, പിന്നെ വലിയ ത്രെട്ടുകളില്ലാതെ, അങ്ങനെ 4 കാറ്റഗറിയിൽ ത്രെട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഹൈ ത്രെട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹൈ ത്രെട്ട് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അവിടെ ടോട്ടലി ലിമിറ്റ് ചെയ്യും. ത്രെട്ട് ഇല്ലാണ്ട് എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ളത്, ദെൻ എന്താണ് നോളജ് അക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്, ദെൻ ഓട്ടോമേഷന് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യും, അത് അലോ ചെയ്യും. ഹൈ ത്രെട്ട് ആയിട്ടുള്ളതിനെ റെസ്ട്രിക്ട് ചെയ്യും. അങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ടുകൾ പോകുന്നത്. ഒരു ഡിഗ്നിറ്റി മോഡലിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ അതുപോലെ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ആക്ട്, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആക്ട് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. ദെൻ ഗവേണൻസിന്റെ കാര്യത്തിൽ എത്തിക്സ് യൂട്ടിലൈസ് ചെയ്യണം. യുനെസ്കോയുടെ ഗവർണൻസ് എന്താണ്, യുനെസ്കോയുടെ എത്തിക്സ് ഓഫ് എ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ ഗവർണൻസിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, കേസുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ള ലോസ്, ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിലും ഓരോ നിയമങ്ങളും പാലിക്കുന്നതിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇതെല്ലാം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും പ്രശ്നങ്ങളുമാണ്. ഓക്കെ, സോ ആ കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഇന്ത്യക്ക് ഇല്ലാതെ പോകുന്നു. അതാണ് ഇവിടുത്തെ ഒരു മേജർ പ്രോബ്ലവും ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിൽ അനലൈസ് ചെയ്ത ഒരു പ്രോബ്ലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് പോകാനോ സമയം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. സീഡ് ബില്ല് കൂടി പറഞ്ഞിട്ട് ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. സോ സീഡ് ബിൽ ഈസ് റിലേറ്റഡ് ടു എന്താണ് സീഡ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അപ്പൊ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ വാട്ട് ഈസ് സീഡ് ബിൽ? ഇന്ത്യയില് സീഡ് ബില്ലുകൾ, സീഡ് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ഫാമേഴ്സിന് സീഡുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? സീഡുകൾ വേണമെങ്കിൽ പൈസ കൊടുത്തു വാങ്ങിക്കുന്ന ഫാമേഴ്സ് എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവിൽ നിന്ന് എന്ത് ചെയ്യും? കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവിൽ നിന്ന് ഇവർ കുറച്ച് മാറ്റി വെക്കും. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, കുറച്ച് മാറ്റി വെച്ചിട്ട് അടുത്ത വർഷം ഈ നെല്ല് വിതച്ചിരിക്കും. അടുത്ത വർഷം വിളവുകൾ ഉണ്ടാകും, അതിൽ നിന്ന് നല്ല നെല്ലുകൾ കുറച്ചെടുത്ത് മാറ്റി വെക്കും, എന്നിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം വിതയ്ക്കും. അങ്ങനെയുള്ളവർ. അല്ലെങ്കിൽ സീഡ് വിൽക്കുന്ന കമ്പനികളുണ്ട്. ഓക്കെ, സീഡ് വിൽക്കുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഫാമേഴ്സിനെയും ഇങ്ങനെയുള്ള കമ്പനീസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ്, ഒരു ബില്ലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ സീഡ് ബിൽ എന്ന് പറയുന്നത്. സോ 1966 പുരാതനമായിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് മോഡേൺ ടെക്നോളജിയെയും മാറി വരുന്ന ടെക്നോളജിയെയും ബാക്കിയുള്ള കാര്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് നമ്മളുടെ വിത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത്. സോ അതിന് കോർപ്പറേറ്റ്സിന് ഒരു പങ്കുണ്ട്, ദെൻ ഫാമേഴ്സിനും ഒരു പങ്കുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ
ഈ കോർപ്പറേറ്റുകൾ വിൽക്കുന്ന സീഡുകൾ ഉണ്ടല്ലോ, നല്ല ഹൈ ക്വാളിറ്റി സീഡുകളായിരിക്കുമല്ലോ കോർപ്പറേറ്റ് കമ്പനികൾ ഫാമേഴ്സിന് വിൽക്കുന്നത്. അപ്പോ ആദ്യ വർഷം ഈ ഫാമേഴ്സ് ഈ സീഡുകൾ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് ഇയർ ഈ സീഡുകളിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ പോരെ, എന്നിട്ട് അടുത്ത വർഷം വീണ്ടും അതിൽ നിന്ന് ഉത്പാദിപ്പിച്ചാൽ പോരെ. സോ കോർപ്പറേറ്റ് കമ്പനികൾ ആദ്യം ഉത്പാദിപ്പിക്കുന്ന സീഡുകൾ അടുത്ത വർഷവും കർഷകർ വാങ്ങുമോ? ഇല്ല. സോ കോർപ്പറേറ്റുകൾക്ക് അതൊരു നഷ്ടമല്ലേ? നഷ്ടം ആണ്. അപ്പൊ കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യും? അപ്പൊ കോർപ്പറേറ്റുകൾ ഇറക്കിയിരുന്ന ഒരു സീഡാണ് ടെർമിനേറ്റർ സീഡുകൾ. ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ടേം നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക, അഗ്രികൾച്ചറൽ ഫീൽഡുകളിൽ ഇല്ലാത്തവരാണെങ്കിൽ. സോ ദേ ഇൻട്രൊഡ്യൂസ് എ ടേം കോൾഡ് ടെർമിനേറ്റർ സീഡ്. ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ് അല്ല, അതിൽ ചില ജനറ്റിക് മാറ്റിയിട്ടുണ്ട്. സോ ഈ വർഷം നിങ്ങൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് സീഡ് വാങ്ങിച്ചു, അത് ഉൽപ്പാദിപ്പിച്ചു. അവിടെ വെച്ചിട്ട് ആ സീഡിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. ഫോർ എക്സാമ്പിൾ, ഈ വർഷം നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അരിയാണ് ഉൽപ്പാദിപ്പിച്ചത്, കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് നല്ല ഹൈ ക്വാളിറ്റി സീഡ് വാങ്ങിച്ച് നിങ്ങൾ വിതച്ചു, 100 മേനി വിളവ് തന്നു. എന്നിട്ട് അതിൽ നിന്നൊരു 2 കിലോ 3 കിലോ അരി എടുത്ത് നിങ്ങൾ മാറ്റിവെച്ചു, സീഡ് എടുത്ത് നിങ്ങൾ മാറ്റിവെച്ചു. എന്നിട്ട് അടുത്ത വർഷം വിതയ്ക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കാണിച്ച ക്യാരക്ടറിസ്റ്റിക്സുകൾ ആ സീഡ് ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യില്ല. സോ പ്രൊഡക്ഷൻ കുറവായിരിക്കും. അങ്ങനെയുള്ള സീഡുകൾ, അങ്ങനെയുള്ള കമ്പനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സീഡുകളെ വിളിച്ചൊരു പേരാണ് ടെർമിനേറ്റർ സീഡുകൾ. സോ ആദ്യ വർഷം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അവിടെ നഷ്ടപ്പെട്ടു. വീണ്ടും അടുത്ത വർഷം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ സീഡിന്റെ ക്വാളിറ്റി ഉള്ള സീഡുകൾ വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യണം കമ്പനിയുടെ അടുത്ത് നിന്ന്. സോ അത് ഇന്ത്യയിൽ ബാൻ ചെയ്തു. അത് ബാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ബാൻ ചെയ്യുന്നത് ഈ 1966 ആക്ടുകൾക്ക് പ്രകാരമാണ്, അല്ലെങ്കിൽ അതിന്റെ ഫോർമർ ഓർഡേഴ്സ് ഒക്കെ പ്രകാരമാണ്. ഓക്കെ, സോ ഇന്ത്യയിൽ ഇപ്പോഴും അത് നടക്കുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ദെൻ മറ്റൊരു കാര്യം എന്താണ്? മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആവശ്യമായ സീഡുകളുടെ എണ്ണം എത്രയാണ്? 462 ലാഖ് ക്വിന്റൽസ് ആണ്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ ഏകദേശം 508 ലക്ഷം ക്വിന്റലിന്റെ സീഡുകൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ, സോ അത് ഫാമേഴ്സിന്റെ കയ്യിലുണ്ടാകാം, കോർപ്പറേറ്റുകളുടെ കയ്യിലുണ്ടാകാം. സോ കോർപ്പറേറ്റുകൾ ഈ നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ കാര്യത്തിലും നമുക്ക് എന്ത് വേണം? നിയമങ്ങൾ വേണം. ദെൻ ഫാമേഴ്സിന്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഫാമേഴ്സിന്റെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യണം. ദെൻ കോർപ്പറേറ്റീവുകളുടെ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട. ഇവര് വലിയ സീഡുകൾ ഉണ്ടാക്കിയിട്ട് വലിയ വിലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സോ ഇതിനെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നിയമമായിരിക്കും നമ്മളുടെ ഈ സീഡ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ റെഗുലേഷൻ, ക്വാളിറ്റി റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, രജിസ്ട്രേഷൻസ് സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഫാമേഴ്സ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക, ട്രാൻസ്പെറൻസി, ട്രേഡ് ഫെസിലിറ്റേഷൻ, ഇതെല്ലാം നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സീഡ് ബില്ലിന്റെ ഉദ്ദേശം. സോ സീഡ് കമ്മിറ്റീസ് രൂപീകരിക്കും എന്നുള്ളതാണ് ഈ ഡ്രാഫ്റ്റിന്റെ പ്രത്യേകത. സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും സീഡ് കമ്മിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യും. അവര് ഇതിന്റെ റിസർച്ച് കാര്യങ്ങളും ബാക്കി എല്ലാ റെഗുലേഷനും കാര്യങ്ങളും എല്ലാം ഡിസൈഡ് ചെയ്യുന്ന സീഡ് കമ്മിറ്റീസ്, സെന്റർ ഇൻഫോർമേഷൻ കമ്മിറ്റീസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സീഡുകൾക്ക് വേണ്ടിയിട്ട്, സീഡിന്റെ ബാക്കിയുള്ള റെഗുലേഷൻസും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സീഡ് കമ്മിറ്റീസ് നിലവിൽ വരും എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത, ഈ ഒരു ബില്ലിന്റെ പ്രത്യേകത. ആക്ട് ആയിട്ടില്ല, ബില്ലാണ്, ആക്ട് ആയിട്ടില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത മൺസൂൺ, അടുത്ത വിന്റർ സെഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ സഭ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചർച്ചയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊണ്ടുവരാം. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം അതിക്രമിച്ചു പോയതിൽ ഒരു ക്ഷമ ചോദിക്കുകയാണ്. ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്, അതിനെ ലിമിറ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ.